ഹലോ ഫ്രണ്ട്സ്, സ്റ്റോറി മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളുടെ ഇന്നത്തെ മഴ തോരും മുൻപേ എന്നുള്ള സീരിയലിൻ്റെ കഥയാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ കഥയിൽ നമ്മുടെ അലീന അങ്ങനെ എല്ലാ കള്ളങ്ങളും എല്ലാമായിട്ട് അപമാനഭാരത്താൽ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയി ഇങ്ങനെ ഇപ്പോൾ അവൻ തിരിഞ്ഞ് നോക്കുന്നുണ്ട്. കാരണം ഒരുപാട് പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ആ കുട്ടി ആ വീട്ടിലേക്ക് വന്നത്. അമ്മയുടെ കൂടെ ഇരിക്കാം, അങ്ങനെ കൂടപ്പിറപ്പുകളെ കാണാം എന്നുള്ളൊക്കെ സന്തോഷത്തിലാണ് വന്നത്. പക്ഷേ അമ്മ തന്നെ അവളേനെ ചീത്തപ്പേരുണ്ടാക്കി വീട്ടിൽ നിന്ന് പറഞ്ഞു വിടുന്ന ഒരു രംഗമാണ് കേട്ടോ. നമുക്ക് സത്യം അറിയാതെ കണ്ണ് നിറഞ്ഞു പോകും നമുക്ക് ആ സീരിയൽ കണ്ടു കഴിഞ്ഞാൽ. അങ്ങനെ പോകുന്ന സമയത്താണ് ദൈവദൂതനെ പോലെ നമ്മളുടെ ഹരിശങ്കറിൻ്റെ കാറ് വരുന്നത്. ഹരിശങ്കർ വരുമ്പോൾ അവളൊന്ന് നോക്കുന്നുണ്ട്. അങ്ങനെ കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ അലീനയോട് ചോദിക്കുക, നീ എങ്ങടെ പോണേന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അലീന അങ്ങനെ മുഖത്തേക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. അനിയിലേക്ക് പറയും, ഞാൻ പോവുകയാണ് മനുവേട്ട എന്ന് പറയണം. പറയും, നീ എങ്ങടെ പോണത്, എവിടേക്കാണ് പോണത്, നീ പോകുമ്പോൾ എന്നോടൊരു വാക്ക് പറയാതെ പോകണമെന്ന് പറയുമ്പോൾ പറയും, ഞാൻ തെറ്റ് ചെയ്തു മനുവേട്ട, അതുകൊണ്ട് എന്നെ ഇവിടുന്ന് പറഞ്ഞയക്കാന്ന് പറയും. നീ എന്ത് തെറ്റാ ചെയ്തത് എന്ന് ചോദിക്കും. അപ്പോൾ പറയും, ഞാൻ എൻ്റെ മാനം വിറ്റു, ഞാൻ കള്ളത്തരം ചെയ്തു, ഇതിലും വലിയ തെറ്റിനി വേറൊന്നും ചെയ്യാനില്ലോ, അതുകൊണ്ട് ഞാൻ പോവുകയാണ് പറയും. അപ്പോൾ അങ്ങനെ പോകണ്ട, അതെനിക്കൊന്ന് ചോദിക്കണം, കാരണം ഞാനല്ലേ നിന്നെ കൊണ്ടുവന്നത്, അപ്പോൾ അത് എനിക്കിവിടെ ഒന്ന് ചോദിക്കണം. പിന്നെ നീ പോകുമ്പോൾ നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നൊന്ന് പിന്നെ ഒന്ന് ക്ലിയർ ചെയ്തിട്ട് പോണതല്ലേ നല്ലത്, അതെല്ലാവർക്കും അതല്ലേ നല്ലത്, അതുകൊണ്ട് അതൊന്ന് ചെയ്യാം എന്ന് പറയുകയാണ് കേട്ടോ. അങ്ങനെ മറ്റേ ഹരിശങ്കർ എന്ന് പറഞ്ഞാൽ വിളിക്കുമ്പോഴേക്കും മറ്റേ മനുവിൻ്റെ അനിയനുണ്ടല്ലോ, ഇതിൻ്റെയൊക്കെ സൂത്രധാരൻ, അവൻ ഇറങ്ങി വരികയാണ്. അവരിങ്ങനെ വന്നിട്ട് ഒന്നാമത് മനുവിൻ്റെ മുന്നിൽ നിന്നൊന്നും പറയാൻ നിവർത്തിയില്ല. അലീനേനെ ഒന്ന് രൂക്ഷമായിട്ട് നോക്കുകയാണ്. അപ്പോൾ അലീന ആകെ സ്തംഭിച്ചിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് അവൻ. അപ്പോൾ അവനിങ്ങനെ നോക്കി പിന്നെ അങ്ങനെ തലയും താന്തി മനുശങ്കറിൻ്റെ പിന്നാലെ പോവുകയാണ് അകത്തേക്ക്. അവിടെ ചെല്ലുന്ന സമയത്ത് ഒക്കെ എല്ലാവരും പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ അകത്തേക്ക് പോകുന്നതിൻ്റെ മുന്നേ മനു പറയുന്നുണ്ട് അലീനോട്, നീ ഒരു കാര്യം ചെയ്യും, നീ മുറ്റത്ത് നിൽക്കേണ്ട, ഒരു അഭയാർത്ഥിയെ പോലെ നിൽക്കേണ്ട, നീ ഞങ്ങൾ കയറിയിരിക്കുക, ഞാൻ വിളിക്കുമ്പോൾ നീ വന്നാൽ മതി, അതുപോലെ ബാഗും തൂക്കി ഇവിടെ നിൽക്കല, അങ്ങോട്ട് കയറിയിരിക്കുക എന്ന് പറഞ്ഞിട്ടാണ് അകത്തേക്ക് പോണത്. അകത്തേക്ക് കയറി ചെല്ലുന്ന സമയത്ത് നമ്മളുടെ എന്താ പറയുക, ഇവരുടെ വൈജയുടെ ഭർത്താവുണ്ടല്ലോ, അയാൾ കാണുന്നുണ്ട് മനു ചെല്ലുന്നപ്പോൾ ഒന്ന് ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ ഇവനുണ്ട്. അപ്പോൾ പറയും, എന്താ അവിടെ നടന്നത്, എന്തിനാ ഇന്നലെ എന്നെ വിളിച്ചത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ മനു അപ്പോൾ പറയും, എന്തോ ഒരു കാര്യം ക്ലിയർ ചെയ്യാൻ വേണ്ടി വിളിച്ചതല്ലേ, അതിന് ഞാൻ ആളെ കൊണ്ടുവന്നിട്ട് എന്നിട്ട് ഇവനെ വിളിക്കുകയാണ്. അപ്പോൾ അവൻ വേഗം അകത്തേക്ക് കയറി വന്നിട്ട്, അങ്കിളിൽ എന്തെങ്കിലുമൊക്കെ സംശയം നിങ്ങൾ ചോദിക്കാനോ പറയാനുണ്ടെങ്കിൽ അപ്പം ഹരി വന്നിട്ട് ഹരിയോട് നേരിട്ട് ചോദിക്കുക. അപ്പോൾ മനുശങ്കറിൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കും, ചോദിക്കാം നിങ്ങളെ എന്നറിയാം, എല്ലാവരും ഉണ്ട് അവിടെ. അപ്പോഴേക്കും മറ്റേവൻ എന്താ പറയുക, ഇവരുടെ മകനുണ്ടല്ലോ, അവൻ മോളിക്ക് പോയിട്ട് താഴെ തിരിച്ച് വരുന്നുണ്ട്. അവനും വന്നു. ഇവനെയും കൂടെ കണ്ടപ്പോൾ ഇവരാകെ ഞെട്ടിയിരിക്കുകയാണ്. അപ്പോൾ പറയുക, നീ എന്തിനാപ്പോൾ ഇവനെയൊക്കെ വിളിച്ച് ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആൻറ്റി ഒന്ന് വെറുതെ ഇരിക്കുക, കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ആക്കണ്ടേ, ഒരു പെൺകുട്ടീനെ ഒരു കാര്യമില്ലാണ്ട് ഇവിടുന്ന് പറഞ്ഞേക്കണല്ലേ, എത്രത്തോളം സത്യം ഉണ്ടെന്ന് അറിയണ്ടേന്ന് പറയും. അങ്ങനെ വൈദ്യയുടെ ഭർത്താവ് പോയിട്ട് ചെന്നിട്ട് ചോദിക്കുകയാണ്, എന്താണ് നീ അലീനയായിട്ട് നിനക്കെന്താ ബന്ധം എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഒന്നും മിണ്ടുന്നില്ല. പറയടാ, നിനക്കെന്താടാ ബന്ധം എന്ന് പറയുമ്പോൾ എനിക്കൊരു ബന്ധമില്ല എന്ന് പറയും. അപ്പോൾ അവിടെ വീട്ടിൽ വെച്ചിട്ട് നിങ്ങൾ തമ്മിൽ കൊടുക്കൽ വാങ്ങൽ വല്ലതും നടത്തിയോ നോക്കുമ്പോൾ ഇല്ല പറയും. പിന്നെ നീ എന്തിനാ ഇവനോട് ഇങ്ങനെയൊക്കെ പറഞ്ഞത് എന്ന് ചോദിക്കുകയാണ്. അതായത് അവരുടെ മകനോട് തന്നെ നീ എന്തിനാ പറഞ്ഞേക്കും, അത് ഞാൻ വെറുതെ അവൻ്റെ മുന്നിലൊന്ന് തള്ളിയതാണെന്ന് പറയും. അപ്പോൾ പറയും, ഇങ്ങനെയാണോടോ ഒരു പെൺകുട്ടീൻ്റെ മാനം വെച്ചാണോടോ നീ തള്ളുന്നത് എന്ന് ചോദിക്കും. അപ്പോൾ പറയും, നീ അവൾക്ക് അലീനയ്ക്ക് മോതിരം കൊടുത്തിരുന്നോ പറയും. അപ്പോൾ മിണ്ടുന്നില്ല. അത് സ്വർണ്ണമൊന്നുമല്ല അങ്കിളേറി, നീ കൊടുത്തിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ കൊടുത്തതല്ല, ഞാൻ അവളെ ബാഗിൽ കൊണ്ടുവച്ചതാണ്. അതിന് നീ ബാഗിൽ കൊണ്ടുവച്ചത് അതും അവനെ പറ്റിക്കാൻ വേണ്ടി ചെയ്തത്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ അവനാകെ തരിച്ച് നിൽക്കുകയാണ്. നീ അനാവശ്യങ്ങൾ മുഴുവൻ അവന് പറഞ്ഞു കൊടുത്തിരുന്നു നോക്കിയാണ്. അപ്പോൾ എന്നിട്ട് നിൻ്റെ കാരണക്കുട്ടി അടിച്ച് പൊട്ടിക്കാൻ ഞാൻ വേണ്ടത് എന്നൊക്കെ ഇങ്ങനെ പറയും. ഇവിടെ പിന്നെ എൻ്റെ വീട്ടിൽ കയറി വന്ന് ഇവിടെ ജോലിക്ക് നിൽക്കുന്ന ആൾക്കാരോട് ഇങ്ങനെ ചെയ്യാൻ നിനക്കാട് അനുവാദം എന്താണെന്ന് ചോദിക്കും. അങ്ങനെ കുറേ വഴക്ക് പറയും. അപ്പോൾ അവൻ കൂസലിലാണ്ട് നിന്ന് പറയുകയാണ്, കുറേ വഴക്ക് പറയും. മേലാൽ നിന്നെ ഞാൻ ഇവിടെ കണ്ടുപോകരുതെന്നൊക്കെ പറഞ്ഞ് ഇയാൾ കുറേ ചീത്ത പറയണം ആ ചെക്കനെ. ഒന്നും മുണ്ടുണ്ട്, തലയും തത്തി നിൽക്കുന്നുണ്ട്, മനുവിനെ ഇടയ്ക്ക് നിന്ന് നോക്കുന്നുണ്ട്. ഇതൊക്കെ അറിയേണ്ട പാവം ഇയാളുടെ ശബ്ദം നമ്മളുടെ അലീന പുറത്ത് കേൾക്കുന്നുണ്ട് കേട്ടോ. പുറത്ത് നിൽക്കുന്ന അലീന കേൾക്കുന്നുണ്ട് ഇയാളുടെ ശബ്ദം, ഇയാൾ ഒച്ച വെച്ച് സംസാരിക്കുന്നത്. അപ്പോൾ പറയും, മേലാൽ
പിന്നെ നിന്നെ ഞാൻ ഇവിടെ കണ്ടുവരുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ഈ ഒന്നും മിണ്ടില്ല. അത് കഴിയുമ്പോഴേക്ക് നീ എന്തിനാണ് അവനെ വഴക്ക് പറയുന്നത് പറയും. ആൻറ്റി ഒന്ന് വെറുതെ ഇരിക്കാൻറ്റി, ആൻറ്റി എന്തിനാ വെറുതെ അവളുടെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഈ പെൺകുട്ടികൾ രണ്ടുണ്ട്, ഇവൻ്റെ താഴെ മറ്റേ വൈജാട്ട് 2 പെൺകുട്ടികൾ, രണ്ടാളും വേഗം പോവുകയാണ്. പോകുന്ന സമയത്ത് മറ്റവനും മകനും മെല്ലെ, കാരണം അവന് മനസ്സിലായി ഇവൻ വെറുതെ നോണോ പറഞ്ഞതാണ്. അന്ന് രാത്രി നീ ഇവിടെ വന്നിട്ട് നീ അവളുടെ റൂമിലേക്ക് ചെന്നിരുന്നോ, നീ അവളെ വിളിച്ചിരുന്നോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒന്നുമില്ല, അതൊക്കെ വെറുതെ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഈ ചെക്കന് ആരും മനസ്സിലായി ഇവൻ വെറുതെ പറഞ്ഞതാണ് എന്നുള്ളത്. കാരണം ആ ചെക്കനെയും കൂടിയും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഹരി. അങ്ങനെ അവിടുന്ന് പുറത്തേക്ക് പോവുകയാണ്. പോണ വഴിക്ക് നമ്മളുടെ ഇവള് അങ്ങോട്ട് തിരിഞ്ഞിട്ട് നിൽക്കുകയാണ്. നമ്മൾ അലീന നിന്ന് കരയുന്നുണ്ട്. അപ്പോൾ ദേഷ്യത്തിൽ നോക്കിയിട്ടാണ് ഹരി പോണത് പുറത്തേക്ക്. അത് കഴിഞ്ഞ് ഉള്ളിൽ എന്താണ് പിന്നെ ആൻറ്റിക്ക് പിന്നെ ശരി ഇതൊക്കെ ഓക്കെ. അപ്പോൾ അവളെടുത്ത പണത്തിൻ്റെ കഥയായിരുന്നു. അവൾ കട്ടില്ലേ എന്ന് പറയും. കട്ടോ ചോദിക്കണം മനു. അപ്പോൾ അവൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് പറയാം. പറയും നിനക്കെന്താ എത്ര ഉറപ്പ് പറയും. എനിക്കറിയാം ആൻറ്റി ഒരിക്കലും ചെയ്യില്ല. പിന്നെ അവൾ കട്ടു എന്ന് പറഞ്ഞതോ അത് പറയിച്ചതല്ലേ. അത് ആരായാലും ആത്മാഭിമാനമുള്ള ആരായാലും അങ്ങനെ തന്നെ ചെയ്യുള്ളൂ. കണ്ടിട്ടില്ലേ ഒരു തെറ്റും ചെയ്യാത്തവരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് ഇടിച്ചിട്ട് അവർ പറയിപ്പിക്കുന്നു. അതുപോലെ മാനസികമായിട്ട് ഇതാക്കിയിട്ടല്ലേ പറഞ്ഞത് എന്നിങ്ങനെ ചോദിക്കുകയാണ് മനു വൈജയോട്. അപ്പോൾ ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ പറയും എന്തിനാ ആൻറ്റി അവളോട് ഇങ്ങനെ ശത്രുവായിട്ട് പെരുമാറുന്നത്, അപ്പോൾ നീ എന്തിനാ അവളുടെ ഭാഗം പറയുന്നത് പറഞ്ഞു. എനിക്ക് അലീനെ അറിയാം, അവൾ ഒരിക്കലും ചെയ്യില്ല. എന്താ ആൻറ്റിയുടെ വിചാരം, കയ്യിൽ ഇവിടെ ജോലിക്ക് നിൽക്കുന്ന ആൾക്കാരുടെ കയ്യിൽ കാശുണ്ടാവില്ലേ? എന്താ ആൻറ്റി എന്താ അങ്ങനെ വിചാരിക്കുന്നത്? കാരണം അവളെ നോക്കിയ മമ്മി എനിക്കറിയാം. ആ മമ്മി എനിക്ക് ഇവിടുന്ന് മുത്തശ്ശൻ പോയിട്ട് 10,75,000 രൂപ മമ്മിയുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. ആ കാശിൽ ബാക്കി ഇവളെ അലീനെ ഏൽപ്പിച്ചതാണെങ്കിൽ അത് എന്തിനാണ് ആൻറ്റി അറിയുന്നത്? അവരുടെ കയ്യിൽ എന്താ കാശ് ഉണ്ടാവാൻ പാടില്ലേ? അത് മോഷ്ടിച്ചതാണെന്ന് എങ്ങനെ പറയാൻ ആൻറ്റിക്ക് താല്പര്യം തോന്നുന്നുണ്ടെന്ന് പറയും. അപ്പോൾ പറയും ചെക്കൻ്റെ പേരുണ്ടായിരുന്നു മറന്നു. അവന് എന്താണ് അവനാണ് ഈ കാശ് മോഷ്ടിച്ചതെങ്കിലും അവനൊന്നും അങ്ങനെ ചെയ്യില്ലെന്ന്. അതിനെ നീ കാശ് മോഷ്ടിച്ചോന്ന് നെയ്യും വെണ്ണയും ചേർത്തിട്ടല്ല ചോദിക്കേണ്ടത്, കിട്ടത്ത് 2 അങ്ങോട്ട് കൊടുത്തിട്ട് ചോദിച്ചാൽ മതി. അപ്പോൾ തത്ത പറയും പോലെ പറയും. ഇപ്പോൾ ഹരീനെ ഞാനതന്നെ ചെയ്തത്, അവൻ ആദ്യം ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് കൈ ഒഴിഞ്ഞു 4 അങ്ങോട്ട് പൊട്ടിച്ചപ്പോൾ അവൻ സത്യം ഇതേ പറയണം. അതുപോലെ ചെയ്യണ്ട, അല്ലാണ്ട് വെറുതെ അവനെ മക്കൾ തെറ്റ് ചെയ്യില്ല എന്നുള്ള വിശ്വാസമൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് വൈജാൻ നല്ല കണക്കിന് പറയുന്നുണ്ട് മന്നൂട്ടോ. അപ്പോഴേക്ക് വൈജാൻ അയ്യോ സമയം വൈകി ഞാൻ ഒന്ന് ലേറ്റ് ഞാൻ പറഞ്ഞിട്ട് ഓടുന്നുണ്ട് അകത്തേക്ക്. അത് കഴിഞ്ഞപ്പോൾ മനു തിരിഞ്ഞിട്ട് അങ്കിളായി നിൽക്കുമ്പോൾ അയാൾ പാവം കൈ ഊപ്പിയിട്ട് താങ്ക്സ് പറയാനുണ്ട്. കാരണം അയാൾക്ക് അലീനയെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ താങ്ക്സ് പറയുന്നുണ്ട് കേട്ടോ. അതിൽ പറയും പിന്നെ മോളെ എനിക്കൊന്നും പറയാണ്. അങ്ങനെ പുറത്തേക്ക് വരികയാണ്. പുറത്ത് വരുമ്പോൾ നമ്മുടെ അലീന അവിടെ പാവം കാത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. പുറത്തിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇയാൾ ചെന്ന് വിളിക്കുക മോളെ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അപ്പോൾ ആദ്യം ഇവൾ മോഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ പൈസ തിരിച്ച് കൊടുക്കുന്നുണ്ട് അവളെ കയ്യിൽ. അപ്പോൾ അവൾ വാങ്ങുമെന്ന് പറയുമ്പോൾ വേണ്ടല്ലോ എന്ന് പറയും. സോറി ക്ഷമിക്ക് നീ എന്നൊക്കെ പറയാണ്. ഭയങ്കര അരച്ചിൽ കയറിയാണ് അവളവിടെ നിന്നിട്ട് കേട്ടോ. ഒന്നും നമുക്ക് അതിൽ പറയും വേണ്ടത് തെറ്റ് പറ്റിപ്പോയി ക്ഷമിക്കുക എന്നൊക്കെ അങ്ങനെ പറയുകയാണ്. അങ്ങനെ മനുഷ്യരല്ലേ തെറ്റ് പറ്റാതിരിക്കുമോ, സാരല്ല ക്ഷമിക്കുക മോള് ഭാഗത്തേക്ക് വാ എന്നൊക്കെ പറഞ്ഞാൽ അയാൾ ഒരുപാട് വിളിക്കുന്നുണ്ട് കേട്ടോ. കാരണം അയാൾ നല്ലൊരു മനുഷ്യൻ, നല്ല നന്മയുള്ളൊരു മനുഷ്യനാണ്. എന്നിട്ടങ്ങനെ ആ തലയിലൊക്കെ കൈ വെച്ച് ഇങ്ങനെ പോട്ടെ സാരല്ലടാ എന്നൊക്കെ പറഞ്ഞ് വളരെ സ്നേഹമായിട്ട് വിളിക്കുകയാണ്. അകത്തേക്ക് വാ മോളെ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ട്. അവസാനം അവളവിടെ നിന്ന് കരയാൻ. അപ്പോൾ മനുവിനോട് പറയും എനിക്ക് വിളിക്കുക, നീ പോയി വിളിക്കുക എന്ന് പറയും. എന്നിട്ട് അങ്ങനെ മനു വന്ന് വിളിക്കുക, വാ സാരല്ല പോട്ടെ, നീ എന്തുകൊണ്ട് വിളിച്ചു? ഞാൻ പറഞ്ഞിട്ടില്ലേ ഇവിടെ എന്ത് പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ എന്നെ വിളിക്കണം, ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ? എന്തുകൊണ്ട് നീ വിളിച്ചില്ല? ഇത്രയും പ്രശ്നം ഉണ്ടായിട്ട് നീ എന്തുകൊണ്ട് എന്നെ വിളിച്ചില്ല? എന്നെ വിളിക്കണ്ടേ? എന്നത് ഇത്രയും പ്രശ്നമാവുമായിരുന്നോ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഒന്നും മിണ്ടില്ല. എനിക്കൊന്നും പറയാനില്ല, ഭയങ്കര സങ്കടത്തോട് കൂടിയിട്ടാണ് നിൽക്കുന്നത്. വാ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോവുകയാണ്. അവിടുന്ന് മുത്തശ്ശിയുടെ അകത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ. മനു സൗദാമിനിയമ്മേ എന്ന് പറഞ്ഞിട്ട് ചെല്ലുമ്പോൾ മുത്തശ്ശിയാണെങ്കിൽ ഇവൾ പോയ സങ്കടത്തിൽ കിടക്കുകയാണ്. അപ്പോൾ പറയും ഞാനേ മുത്തശ്ശീനെ നോക്കാൻ ഇവിടെ ഒരു പെൺകൊച്ചിനെ കൊടുന്ന് ഏൽപ്പിച്ച് തന്നില്ലായിരുന്നു, അത് എവിടെ എന്ന് വയ്ക്കുകയാണ്. അതൊന്നും പറയണ്ട മോനെ എന്നറിയും.
എവിടെ അതെവിടെ പോയി എന്ന് പറയുമ്പോൾ ഒന്നും പറയണം. അതിൻ്റെ മുകളിൽ നിൻ്റെ അരിയൻ ചക്കൻ താഴെയുള്ള ഒരുത്തന്നുണ്ടല്ലോ, അവൻ വന്നിട്ട് ഏതാണ്ടൊക്കെ ഇവിടെ ചെയ്ത് വെച്ചിട്ട് ആ കൊച്ചിനെ ആകെ ഇട്ട് കഷ്ടപ്പെടുത്തി എന്നൊക്കെ അങ്ങനെ പറയും കേട്ടോ. അപ്പോൾ പറയും, അപ്പോൾ മുത്തശ്ശിക്ക് ഒന്ന് പറഞ്ഞൂടെ, ഞാൻ എന്ത് പറയാനാ, വൈജോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, അവൾ പിടിച്ച മുയലിന് 4 കൊമ്പ്, അവൾക്കാണ് ഏറെ ദേഷ്യം ഉണ്ടായത് എന്നൊക്കെ അങ്ങനെ പറയും. അപ്പോൾ പറയും, അവൾ നല്ല കൊച്ചാ, എനിക്ക് അവളെ അറിയാം, എൻ്റെ മോളാണ്, അങ്ങനെ എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് സങ്കടം പറയായിരുന്നിട്ട് കേട്ടോ. അപ്പോൾ പറയും, ഞാൻ പിന്നെ മുത്തശ്ശിയെ ഏൽപ്പിച്ചതെന്ന് കൊച്ച് എങ്ങനെയൊക്കെയുമ്പോൾ അവൾ നല്ല കൊച്ചല്ലേ, അപ്പോൾ ഇനി എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അവളെ കൂടെ നിർത്തിക്കോണം മുത്തശ്ശി, ഒരു പ്രശ്നം ഉണ്ടായിരുന്നു എന്നെ വിളിക്കണം, മുത്തശ്ശിക്ക് എന്തെങ്കിലും ഫോൺ തന്നിരിക്കുന്നത് എന്നെ വിളിക്കാൻ. അതൊക്കെ അവിടെ പൊട്ടിച്ച് കളഞ്ഞു, കാരണം മകൻ്റെ ഭാര്യയൊക്കെ അത് നശിപ്പിച്ച് കളഞ്ഞു, അവിടുത്തെ കുറ്റങ്ങൾ വിളിച്ച് പറയാമെന്ന് പറഞ്ഞിട്ട് അതൊക്കെ വലിച്ച് പൊട്ടിച്ച് കളഞ്ഞിട്ടുണ്ട്. ശരി, ഞാനൊരു ഫോൺ മേടിച്ച് തരാം, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും മുത്തശ്ശി എന്നെ വിളിച്ച് പറയുക എന്ന് പറയും. അങ്ങനെ ഇവളെ വിളിക്കുക, ഇവിടെ വാ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിക്കുന്നുണ്ട് നമ്മൾ അലീനെ. അപ്പോൾ അലീന വന്നിങ്ങനെ നിൽക്കുന്നുണ്ട് ഡോറിൻ്റെ അവിടെ. അപ്പോൾ അലീനെ കാണുമ്പോൾ മുത്തശ്ശിക്ക് ഭയങ്കര സന്തോഷം. അപ്പോൾ പറയും, മോളെ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അപ്പോൾ മുത്തശ്ശി എന്ന് പറഞ്ഞാൽ അവരുടെ തമ്മിലുള്ള ആ ഒരു ഭയങ്കര സ്നേഹം അവർ തമ്മിൽ കേട്ടോ. അപ്പോൾ പറയും, ഇനി എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും വിളിച്ച് പറയണം, എന്നോട് പറയണം, എന്നോട് ചോദിക്കേണ്ട, നിന്നെ ഇവിടുന്ന് പറഞ്ഞയക്കാൻ ആർക്കും അവകാശമില്ല, കാരണം ഞാനാണ് നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്, അതുകൊണ്ട് നീ എന്നോട് പറയണം എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും പറഞ്ഞിട്ട് അങ്ങനെ മുത്തശ്ശീനുമായിട്ട് ചട്ടം കെട്ടിയിട്ട് പോവുകയാണ് നമ്മുടെ മനു. പോണില്ല അകത്ത്. പിന്നെ അവർ ഇയാളും മനു ഒക്കെ കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതൊക്കെയാണ് പിന്നെ കാണിക്കുന്നത്. അതിൻ്റെ എപ്പിസോഡ് വരുന്നത് അങ്ങനെയാണ്. അങ്ങനെ നമ്മുടെ അലീന തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മളുടെ മഴത്തോരുമ്പന് നല്ലൊരു സീരിയലാണ് കേട്ടോ. പവിത്രം പോലെ തന്നെ നല്ലൊരു സീരിയലാണ്, കാണാൻ മറക്കരുത്. അപ്പോൾ ഞാൻ ഈ കഥ ഇന്നോട്ട് ആദ്യമായിട്ട് പറയുകയാണ് കേട്ടോ. അപ്പോൾ എൻ്റേതായുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ചെറിയ തെറ്റുകളൊക്കെ ഉണ്ട്, അപ്പോൾ ക്ഷമിക്കുക. ഓക്കെ, അപ്പോൾ പൂർണ്ണമായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളുടെ ലൈക്കൊക്കെ തന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ചെയ്ത് ലൈക്കൊക്കെ ചെയ്ത് ബെല്ലൈക്കണൊക്കെ അമർത്തി നമ്മളെ ഒന്ന് സഹായിക്കണേ. ഓക്കെ, പിന്നെ കഥയാണ്, കുറേ മിസ്റ്റേക്കുകൾ വരും, ക്ഷമിക്കുക. ഓക്കെ, താങ്ക് യു.